നമസ്കാരം. ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇളമാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശിശുദിനാഘോഷങ്ങളുടെ ഭാഗമായി മാലിന്യമുക്തം നവകേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കോമളകുമാരി അമ്മയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാളിയോട് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. 11 സ്കൂളുകളിൽ നിന്നായി 200-ലധികം കുട്ടികൾ പങ്കെടുത്തു. ഹരിതസഭയിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകൾ നൽകി. മാലിന്യമുക്തം നവകേരളവുമായി ബന്ധപ്പെട്ട കുട്ടികളുടെ സംശയങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മറുപടി നൽകി. പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് മാലിന്യമുക്തം നവകേരളം ക്യാമ്പിന് വിദ്യാർത്ഥി പങ്കാളിത്തം ഉറപ്പാക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ശിശുദിനമായ നവംബർ 14-ന് സംസ്ഥാനത്തുടനീളം ഹരിതസഭകൾ സംഘടിപ്പിക്കുന്നത്. മാലിന്യമുക്തം നവകേരളം എന്ന ആശയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ ജൂൺ മാസം മുതൽ തന്നെ സ്കൂളിൽ നടപ്പിലാക്കാൻ തുടങ്ങി. ഓരോ ക്ലാസ്സിൽ നിന്നും 5 കുട്ടികളെ വീതം ഇതിനായി തിരഞ്ഞെടുത്തു. അതിന് നേതൃത്വത്തിൽ ഒരു ലീഡറെയും കണ്ടെത്തി. ഞങ്ങളുടെ വിദ്യാലയം പ്ലാസ്റ്റിക് രഹിതവും ശുചിത്വ സമൃദ്ധവുമാക്കുന്നതിന് വേണ്ടി PTA-യിലും SMC-യിലും അവതരിപ്പിക്കുകയും അവരുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ആദ്യമായി ക്ലാസ് മുറികൾ പ്ലാസ്റ്റിക്കും പ്ലാസ്റ്റിക്കേതര മാലിന്യങ്ങളും വെവ്വേറെ നിക്ഷേപിക്കുന്നതിനായി ബിന്നുകൾ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തുകളിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് കുട്ടികളുടെ ഹരിതസഭ. കുട്ടികളിൽ ശുദ്ധശീലം ഉണർത്താൻ ഇത് സഹായിക്കും. മാത്രമല്ല, മാലിന്യമുക്ത നവകേരളം സൃഷ്ടിക്കുന്നതിൽ കുട്ടികളുടെ പങ്കാളിത്തവും ഹരിതസഭ ഉറപ്പുവരുത്തുന്നു. എന്റെ വീടിന്റെ പരിസരത്തുള്ള 10ഓളം വീടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിൽ ഞാൻ എത്തിച്ചേർന്നിട്ടുള്ള നിഗമനമെന്നാൽ ജൈവ മാലിന്യങ്ങൾ കൂടുതൽ ആളുകൾ വളമാക്കി മാറ്റി ഉപയോഗിക്കുന്നു. ഓരോ വീട്ടിലെയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഹരിതകർമ്മ സേനയെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. ഹരിതകർമ്മ സേനാംഗങ്ങളുടെ കൃത്യമായ സന്ദർശനങ്ങളും പ്രവർത്തനങ്ങളും മൂലം ആളുകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിച്ചു കളയുന്ന പ്രവണത വളരെയേറെ കുറഞ്ഞിട്ടുണ്ട്. നിർദ്ദേശങ്ങൾ: പ്ലാസ്റ്റിക് ബാഗുകളുടെയും കവറുകളുടെയും ഉപയോഗം കുറയ്ക്കുക. ജ്യൂസ്, തുണി മുതലായവ കൊണ്ടുള്ള ബാഗുകൾ ഉപയോഗിക്കുക. ഇത്തരം ബാഗുകൾ നിർമ്മിക്കുന്നതിനുള്ള പരിശീലനവും അവയ്ക്കാവശ്യമായ മെറ്റീരിയൽസും കുറഞ്ഞ ചെലവിൽ തദ്ദേശ സ്ഥാപനങ്ങൾ